എല്ലാവർക്കും മ്യൂസിക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കുടുക്ക സർബത്താണ്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ന്യൂസിൽ ഒരു വാർത്തയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അത് കണ്ടില്ലേ, ഈ മുന്നിൽ കാണുന്ന സാധനങ്ങൾ മാത്രം മതി. ആദ്യം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർബത്ത്, അതായത് നന്നാറി സർബത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും, അങ്ങനെ ബോട്ടിലായിട്ട് മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കസ്കസാണ്. അത് ബ്ലാക്ക് കസ്കസ് മേടിക്കാൻ കിട്ടും. അത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി വരും. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. പാല് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മേടിക്കുന്ന പാല് ഒന്ന് കാച്ചിയതിന് ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ തണുത്ത പാൽ വേണം യൂസ് ചെയ്യാൻ. പിന്നെ വേണ്ടത് ആ പാലിൻ്റെ കട്ടി അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഐറ്റം ഒരു ചെറിയൊരു കുടുക്ക. ഇതിനിപ്പോൾ വലിയ വിലയൊന്നും വരില്ല, ഒരു 10-50 രൂപയുടെ താഴെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ജാർ എടുക്കാം, മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ മിക്സി വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അത് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് മിക്സായി കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ജാറിൽ നമ്മൾ ആദ്യം നമ്മുടെ സർബത്ത് എടുത്ത് വെച്ചിരിക്കുന്ന സർബത്ത് ഒഴിക്കുക. പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സർബത്തിൻ്റെ സാധാരണ നമ്മൾ ഒരു ഗ്ലാസ്സിൽ സർബത്ത് നോർമൽ സർബത്ത് കലക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാൽ ഭാഗത്തിൻ്റെ കുറച്ച് താഴെ വരെ മാത്രമേ ഇത് ഒഴിക്കാറുള്ളൂ, ബാക്കി വെള്ളമാണ് ഒഴിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ സർബത്തും പിന്നെ ഈ പാലും വെള്ളം കൂടിയും ചേർക്കുന്ന ആ ഒരു മിക്സും ചേർക്കേണ്ടത്. ഓക്കെ, മധുരം ഒരിക്കലും കൂടാൻ പാടില്ല. മധുരം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. അടുത്തായി നമുക്ക് നമ്മുടെ പാല്, അതായത് നമ്മൾ കാച്ചി വെച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാല് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ പാലിപ്പോൾ പാലിന് നല്ല കട്ടിയുള്ള പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അതല്ല കുറച്ച് കട്ടിയിൽ കുടിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കാം, അതിനനുസരിച്ച് പാല് ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധിക സമയമൊന്നും ഓണാക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് ഓണാക്കിയാൽ തന്നെ മിക്സായി. ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സർബത്തും പാലും പിന്നെ വെള്ളം കൂടി ചേർത്താണത്. അപ്പോൾ ഇത് നമുക്ക് ഇനി നമ്മുടെ കുടുക്കയിലേക്ക് ഒഴിക്കണം. അപ്പോൾ കുടുക്കയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മുടെ കസ്കസ് ഇട്ട് കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മൾ കസ്കസ് ഇട്ടിട്ട് പിന്നെ അത് ഇളക്കുന്നൊന്നുമില്ല, ജസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് കുടിക്കുകയാണ്. അപ്പോൾ ആദ്യം കസ്കസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതിയല്ലോ, അപ്പോൾ തന്നെ മിക്സ് ആയിക്കോളും. ഓക്കെ, പിന്നെ അതേപോലെ നമ്മുടെ കുടുക്ക എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ചെറിയൊരു ടേസ്റ്റും കൂടി കിട്ടണം, അപ്പോഴാണത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളിത് അതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ചൊരു ഉയർത്തി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പതയൊക്കെ വന്നിട്ട് ഒരു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ ടൈറ്റായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ വെറും പാല് മാത്രം ഉപയോഗിക്കുക. ഇനി അതല്ല കുറച്ച് ലൂസായിട്ട് കുടിക്കുന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായ പൊടിച്ചതൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും, ഒരു രസമാണ്. ഇതിപ്പോൾ നമ്മുടെ നോർമൽ മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞ സാധനം തന്നെയാണത്, പക്ഷേ നമ്മളത് കുടുക്കയിൽ ഒഴിച്ച് കുടിക്കുന്നത് കൊണ്ട് ഈ ഒരു പേര് വന്നു മാത്രം. പിന്നെ ആ മൺകലമായതുകൊണ്ട് ആ ഒരു ചെറിയൊരു ടേസ്റ്റും കൂടി അതിന് വരും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ കുടിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യമുള്ള എന്താ വെച്ചാൽ, ഈ പാലൊക്കെ കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഒരു സെറ്റപ്പിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒരു കുടുക്കയിലൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കുടിക്കാനൊരു താല്പര്യം വരും, ഒരു കൗതുകം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു പറ്റിയ ബെസ്റ്റ് ഒരു ഐഡിയ ആണിത് സംഭവം. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഒരാളുണ്ട്, പാൽ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് കൊടുത്തു നോക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയണം. ഞാനതൊക്കെ ശ്രദ്ധിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.